ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. നമ്മൾ ഏവരും കാത്തിരുന്ന 363/2025 അതുപോലെ തന്നെ 364/2025 കാറ്റഗറിയിലെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് വേരിയസ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷൻ ആണ്. ബികോം ഡിഗ്രി ഹോൾഡേഴ്സ് കാത്തിരുന്ന ഒരു എക്സാമിനേഷൻ ആണ്. വേരിയസ് കമ്പനി ബോർഡ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫർമേഷൻ വന്നപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സിലബസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 26 ആണ്. നമുക്ക് 7-ാം തീയതി മുതൽ കൺഫർമേഷൻ കൊടുക്കാൻ ടൈം ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ മറന്നു പോകരുത്, 26/2/2026 ആണ്. അപ്പോ എല്ലാവരും കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 26-ന് മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം ബികോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണിത്. അപ്പോൾ ബികോമിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു 10 മൊഡ്യൂൾസ് ചേർന്നിട്ടാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാം നടക്കുന്നത് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ്. വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻസ്, ബോർഡ്, ഇവിടെയൊക്കെയുള്ള അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. കാറ്റഗറി നമ്പർ ഒന്നുകൂടെ പറഞ്ഞുതരാം. 363/2025 അതുപോലെ തന്നെ 364/2025 ഡീറ്റെയിൽഡ് സിലബസ് അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായത് തൊട്ട് മുന്നേ നമുക്ക് ഈ ഒരു സിലബസ് ആയിട്ട് ബേസ് ചെയ്തു എന്നൊരു എക്സാം നടന്നിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ആയിരുന്നു ആ ഒരു എക്സാം. ആ ഒരു എക്സാമില് നമ്മുടെ സഹകാരിയുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹർഷ ദാസ് 4th റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതുപോലെ തന്നെ ഏകദേശം ഇതേ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മറ്റൊരു എക്സാം ആണ് പ്രീവിയസ്ലി ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നൊരു എക്സാം ആണ് സിഡ്കോ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് ബേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള 2 കോഴ്സുകളുടെ, അതായത് KFC അസിസ്റ്റന്റും അതുപോലെ തന്നെ സിഡ്കോ അക്കൗണ്ടന്റ് എക്സാമിന്റെയും ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് റാങ്കുകൾ വന്നിട്ടുണ്ട്. KFCയുടെ ഞാൻ പറഞ്ഞു 4th റാങ്ക് ആയിട്ട് ഹർഷ ദാസ്, അതുപോലെ തന്നെ സിഡ്കോയില് 10th റാങ്ക് ആയിട്ട് നമ്മുടെ രേഷ്മ വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് സിഡ്കോയ്ക്ക് കിട്ടിയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇനി വരുന്ന എക്സാമും വരുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു ബികോം ഡിഗ്രി ഹോൾഡർ ആവുക എന്നുള്ളതാണ്. അപ്പൊ അവർക്കുള്ളൊരു ഏറ്റവും വലിയ അവസരമാണ് ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സബ്ജക്ട് ബേസ് മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കറണ്ട് അഫയേഴ്സോ GKയോ കോൺസ്റ്റിറ്റ്യൂഷനോ ഒന്നും വരുന്നില്ല. നമ്മൾ ബികോമിൽ പഠിച്ചിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് നമ്മുടെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത്. ഒരു 10 സബ്ജക്റ്റുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ ഫേമിലേക്കാണ് ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസും കോർപ്പറേഷനും ബോർഡിലും ഒക്കെയാണ് ഇവർ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. നെക്സ്റ്റ് വൺ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്. അതുപോലെ തന്നെ അടുത്തൊരു കോർപ്പറേഷൻ ആണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. നെക്സ്റ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. അതുപോലെ ലാസ്റ്റ് വരുന്നത് കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത്രയും ഫേമിലേക്കാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കുള്ള പരീക്ഷ ഈ കാറ്റഗറിയിൽ നടക്കുന്നത്. ഇനി നമുക്ക് സിലബസ് നോക്കാം. സിലബസിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. 10 മാർക്കിനാണ് അക്കൗണ്ടിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പൽസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അത് എത്ര എന്താണ് ഗ്യാപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രിൻസിപ്പളും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഒക്കെ നമ്മൾ ഗ്യാപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറി പോർഷൻ ആണ് പഠിക്കാനുള്ളത്. അതിനുശേഷം വരുന്നത് അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത ഏരിയ കവർ ചെയ്യുന്നത്. പിന്നീട് വരുമ്പോൾ പാർട്ണർഷിപ്പിലേക്കാണ് വരുന്നത് അല്ലെ. പാർട്ണർഷിപ്പ് അക്കൗണ്ട് ഉണ്ട്. പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് തിയറി അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്മിഷന്റെ സമയത്തുള്ളത്, റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ, അതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഇതൊക്കെയാണ് നമ്മൾ പാർട്ണർഷിപ്പിന്റെ ആ ഒരു കേസിൽ അറിഞ്ഞിരിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട്സുകൾ, അതുപോലെ തന്നെ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട്, ലാസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. ഇത്രയും കാര്യങ്ങളാണ് 10 മാർക്കിന് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ അറിഞ്ഞിരിക്കുക, പാർട്ണർഷിപ്പ് അക്കൗണ്ട്, കൺസൈൻമെന്റ് അക്കൗണ്ട്, കമ്പനി അക്കൗണ്ട്,
ലാസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇത്രയാണ് 10 മാർക്കിന് അക്കൗണ്ടിങ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ് വരുന്നത്. അതും 10 മാർക്കിന് തന്നെയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, റിസീവബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡൻഡ്, ദെൻ ഡിവിഡൻഡ് പോളിസീസ് തിയറീസും 2 ടേം ആയിട്ടുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റും സ്റ്റോക്ക് റീപർച്ചേസും. ഇത്രയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയിൽ നിന്ന് വരുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എടുക്കുമ്പോൾ. 10 മാർക്കിന് ഒരുപാട് ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് വരുന്ന 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ഈ തിയറീസ് ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. അവിടെയും നമുക്ക് 10 മാർക്കാണ്, 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് കോസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് സെന്റർ എന്താണ്, അതുപോലെ വരുന്ന കുറച്ച് തിയറി പാർട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നീട് എന്താണ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ്, ഇങ്ങനെ പല രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് തന്നെ പല ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് പ്രൈസിങ്ങിന്റെ വിവിധ രീതികൾ, മെറ്റീരിയൽ പ്രൈസിങ്ങിന്റെ വിവിധ രീതികൾ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ അറിഞ്ഞിരിക്കണം? മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. പിന്നീട് വരുന്നത് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ആണ്. പലതരത്തിലുള്ള ലേബർ കോസ്റ്റുകൾ നമ്മൾ പഠിക്കാനുണ്ട്. അവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ് ആണ്. ഓവർഹെഡിനകത്ത് അപ്പോർഷൻമെന്റും അലോക്കേഷനും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നീട് വരുന്ന ഒരെണ്ണമാണ് മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ്. ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും മാർജിനൽ കോസ്റ്റിംഗും ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിയറീസും പിന്നെ കുറച്ച് ഇക്വേഷൻസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ അനാലിസിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതാണ് മൊഡ്യൂൾ 3 10 മാർക്കിന് കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ആണ്, മൊഡ്യൂൾ 4. അവിടെയും 10 മാർക്ക് തന്നെയാണ് വരുന്നത്. 10 മൊഡ്യൂളിന് നമുക്ക് 10 മാർക്ക് വീതമാണ് വരുന്നത്. മാനേജ്മെന്റ് കുറച്ച് തിയറി ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലെ. നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്ടിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQM. ഇത്രയാണ് നമുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത്. അതിൽ തന്നെ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, ഇവിടെ നിന്നൊക്കെ എന്താണ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. പഴയ പോലെ അല്ല, PSC എന്താണ് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചെറിയൊരു വേഗ ഐഡിയ കൊണ്ടിട്ട് കാര്യമില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് എന്തിലുണ്ടായിരിക്കണം? ഇത്തരത്തിലുള്ള ഏരിയയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി വരുന്നത് മൊഡ്യൂൾ 5 മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എക്കണോമിക്സിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഡിമാൻഡ് വളരെ വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, അതുപോലെ തന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ് ഡിമാൻഡിന്റെ ഏരിയയിൽ നിന്ന് വരുന്ന ടോപ്പിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് വരുന്ന അടുത്തൊരു ടോപ്പിക് ആണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസിനകത്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിംഗ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ വരുന്നത് ബിസിനസ് സൈക്കിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് സൈക്കിളും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഡിമാൻഡും ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിമാൻഡിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നു മൊഡ്യൂൾ 6 ആണ്, കമ്പനി ലോ ആണ്. 10 മാർക്കിന് കമ്പനി ലോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾ നടത്തിയിരിക്കണം. കാരണം അമെൻഡ് ചെയ്തിട്ടുള്ള ലോകൾ പലതും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ അപ്പോയിന്റ്മെന്റ്, ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിംഗ് അപ്പ് ഓഫ് കമ്പനി. അതിനകത്ത് തന്നെ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, വൈൻഡിംഗ് അപ്പ് ബൈ ലിക്വിഡേറ്റർ, പിന്നീട് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ലോയുടെ പാർട്ടിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന സിലബസ്. അതിനകത്ത് കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഏരിയ ആണ്.
പിന്നീട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതും എന്താണ് നമുക്ക് ഇതുപോലെ അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വരുന്നതാണ്. പിന്നെ വൈൻഡിങ് അപ്പും ലിക്വിഡേഷനും അതും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 7 ആണ്, ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ആണ്. 10 മാർക്കിനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നത്. അവിടെയും നമ്മൾ എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഏതാണ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ഏതൊക്കെയാണ്, 4 കമ്പോണന്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4നെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് നമുക്ക് വേണം. ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതിൽ തന്നെ സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, അതാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ, IPO, FPO ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് പ്രൊസീജിയർ ഫോർ പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, സെക്കൻഡറി മാർക്കറ്റ്, ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. പിന്നീട് ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, BSE, NSE, ലിസ്റ്റിംഗ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, അവിടെയുള്ള ഇൻസ്ട്രുമെന്റുകൾ. ഓക്കെ, അതിനുശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, അതിൽ BSE, NSE, പിന്നീട് ഫെറ നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആയിട്ടുള്ള ഫെറയെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നീട് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, അതിനകത്ത് ഒരുപാട് രീതികളും ഒരുപാട് മെത്തേഡ്സുകൾ പറയുന്നുണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ 8 ആണ് വരുന്നത്, ഇൻകം ടാക്സ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് 10 മാർക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ അസസ്മെന്റ് ഇയറിനെയും ബേസ് ചെയ്ത് തന്നെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് കോൺസെപ്റ്റുകളാണ്. അസസ്മെന്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ്, അസസി ആരാണ്, അസസി ഇൻ ഡിഫോൾട്ട് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ, അസസി, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം, റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ അസസി, ഇതൊക്കെ നമുക്ക് ഓരോ അസസ്മെന്റ് ഇയറിലും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് റിസെന്റ് ആയിട്ടുള്ളത് തന്നെ പഠിച്ചു വെക്കുക. പ്രീവിയസിലെ ഒന്നുകൂടെ പഠിച്ചു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നീട് ഏറ്റവും വലിയ ടോപ്പിക് ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് എവിടെ വേണം, ഇൻകം ഫ്രം സാലറിയിൽ വേണം. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻ, ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്, ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേണിൽ നിന്നും ചെറിയൊരു ടോപ്പിക് ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സിൽ നിന്നുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൊഡ്യൂൾ 9 ആണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ കൂടുതലും ചോദിക്കുന്നത് പ്രോഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സാമിനേഷന് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയ വന്നിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം വളരെ വലിയ ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് അത് ഏത് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് ആണ് എന്ന് തിരിച്ചറിയാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ അത് അത്രയും ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുന്ന അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന ടോപ്പിക് നോക്കാം, മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്, കൺസ്യൂമർ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ഡിസിഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM ആണ്. CRM ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ദെൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രോഡക്റ്റ്, മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്, കോൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഐറ്റം, പ്രോഡക്റ്റ് ലൈൻ, പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, സ്ട്രാറ്റജീസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൊമോഷൻ, കോൺസെപ്റ്റ് ഓഫ് പുഷ് ആൻഡ് പുൾ മിക്സ്, ടൈപ്സ് ഓഫ് പ്രൊമോഷൻ, അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ. അപ്പൊ ഇത് സിലബസ് കാണുമ്പോൾ ചെറുതാണ് എന്ന് വിചാരിച്ചാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി നമുക്ക് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ട എക്സാമിനെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയും വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ജസ്റ്റ് എന്താണ് എന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വരുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് പഠിച്ചു വെക്കണം. എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. 10 മാർക്ക് ആണെങ്കിലും വളരെ ചെറിയൊരു സിലബസ് ആണ് ഓഡിറ്റിങ്ങിനുള്ളത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടും ഇല്ല. അതായത് നമുക്ക് കിട്ടും, ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടുന്ന ഒരു മൊഡ്യൂളാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രോസസ്സ്, ഇന്റേണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് ഫയൽ, ഇന്റേണൽ കൺട്രോള്, ഇന്റേണൽ ചെക്ക്, വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്.
ഇപ്പൊ ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ തിയറീസ് ഒന്നും ഇല്ല, നമുക്ക് മനസ്സിലാവുന്ന ചെറിയ ചെറിയ കോൺസെപ്റ്റുകളാണ്. അതിൽ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ മാത്രമാണ് കുറച്ച് എലാബറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഡിഫറെന്റ് ഐറ്റംസ്, അതായത് അസറ്റുകളും ലയബിലിറ്റീസും ഒക്കെ എങ്ങനെ വൗച്ച് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യാമെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ബാക്കിയൊക്കെ വരുന്നത് കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കോൺസെപ്റ്റ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കെയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെ ഏരിയക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത്. ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കമ്പനി ലോ, ഇത് മൂന്നും അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. പിന്നീട് വരുന്നത് മാനേജീരിയൽ എക്കണോമിക്സ്, അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. പിന്നീടാണ് നമ്മുടെ മാനേജ്മെന്റും മാർക്കറ്റിങ്ങും അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റും ഓഡിറ്റിങ്ങും ഒക്കെ വരുന്നത്. ഇൻകം ടാക്സ് എപ്പോഴും നിങ്ങൾ റിസെന്റ് ആയിട്ടുള്ളത് തന്നെ പഠിച്ചു വെക്കുക. ജസ്റ്റ് ഈ വർഷത്തതും തൊട്ട് മുന്നത്തെ വർഷത്തെയും റേറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ബികോമിന് നമ്മൾ പഠിച്ചിട്ടുള്ള മൊഡ്യൂൾസ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നതും ബികോം ഹോൾഡേഴ്സ് മാത്രമാണ്, എനി ഡിഗ്രി അല്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ. ബികോം ഹോൾഡേഴ്സിന് മാത്രമാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വന്ന ഒരു വലിയ അവസരമാണ് ഏതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബോർഡ് എക്സാം, കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും കുറച്ച് എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയ ഒരു പോസ്റ്റ് ആണ് ഇത്, ഈ ഒരു അക്കൗണ്ടന്റ് ഗ്രേഡ് 2 എക്സാം എന്ന് പറയുന്നത്. സഹകാരി നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന കോഴ്സിൽ ഈ എല്ലാ മൊഡ്യൂൾസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാം, അതുപോലെ തന്നെ മന്ത്ലി എക്സാം, ഇവ ഓരോന്നും നടത്തുകയും പിന്നീട് റിവിഷൻ എക്സാമും മോക്ക് ടെക്സ്റ്റുകളും തന്ന് നിങ്ങളെ പ്രിപ്പയർ ആക്കുകയും ചെയ്യുകയാണ്. ഓൾറെഡി നമ്മുടെ കോഴ്സിൽ 5 ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് തുടങ്ങുന്ന ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ. താങ്ക്